പൊതുവെ വെജിറ്റേറിയൻ ഭക്ഷണത്തിനോടാണ് ഇഷ്ടമെങ്കിലും ഇടയ്ക്കൊക്കെ നോൺ വെജും കഴിക്കാൻ തോന്നാറുണ്ട് കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് നമ്മുടെ മത്തിക്കറി. അപ്പോൾ ഇന്ന് മത്തിക്കറി തയ്യാറാക്കിയെടുക്കാം. മൺചട്ടി ചൂടായി വന്നു കഴിയുമ്പം അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുത്തത് ഉലുവയാണ്. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ 10-12 ചെറിയുള്ളി, ഒരു പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളി ചേർക്കണമെച്ചാൽ അങ്ങനെയാവാം. ഇനി ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുത്ത് നമ്മുടെ മാങ്ങയും മീനും ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുന്നവരെ തിളപ്പിച്ചെടുക്കുക. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ മത്തി മാങ്ങയിട്ടത് റെഡിയായി കിട്ടിയിട്ടുണ്ട്.